കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 7 യൂണിറ്റ് 4-ലെ രണ്ടാമത്തെ ഭാഗമായ ഡോർസ് ഓഫ് ഡെയറിംഗ് എന്ന പദ്യത്തിന്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ, യുവർ ക്ലാസ് റൂം അറ്റ് 2310. ഹാവ് യു എവർ ക്ലൈംബ് എ മൗണ്ടൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മല കയറിയിട്ടുണ്ടോ? ഇമാജിൻ ക്ലൈംബിങ് എ സ്റ്റീപ്പ് ടവറിംഗ് മൗണ്ടൻ. നിങ്ങൾ സ്റ്റീപ്പ് ടവറിംഗ് മൗണ്ടൻ, അതായത് കുത്തനെയുള്ള ഉയർന്ന മല, ചെങ്കുത്തായ ഉയർന്ന മല കയറുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കൂ. വാട്ട് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് വുഡ് ഗോ ത്രൂ യുവർ മൈൻഡ്? നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളും വികാരങ്ങളും, അതായത് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്, ചിന്തകളും വികാരങ്ങളുമായിരിക്കും കടന്നു പോവുക. ലെറ്റ്സ് റീഡ് ദ പോയം. നമുക്ക് ഈ പദ്യം വായിക്കാം. ഡോർസ് ഓഫ് ഡെയറിംഗ്, ധൈര്യത്തിന്റെ വാതിലുകൾ എന്നാണ് ഈ പദ്യത്തിന്റെ തലവാചകം. ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ ആണ് ഈ പദ്യം എഴുതിയത്. The mountains that enfold the vale, with walls of granite, steep and high, invite the fearless foot to scale their stairway towards the sky. ആദ്യ രണ്ട് വരികൾ നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം. എൻഫോൾഡ്, പൊതിയുക. വെയിൽ, വാലി, താഴ്വാരം. വാൾസ് ഓഫ് ഗ്രാനൈറ്റ്, ഗ്രാനൈറ്റിന്റെ മതിലുകൾ, അതായത് ഗ്രാനൈറ്റ് ഒരു തരം പ്രകൃതിയിൽ ലഭിക്കുന്ന കല്ലാണ്. ഗ്രാനൈറ്റിന്റെ മതിലുകൾ. സ്റ്റീപ്പ് ആൻഡ് ഹൈ, നല്ല കുത്തനെയുള്ള, ഉയരമുള്ള. ആദ്യ രണ്ട് വരി, ദ മൗണ്ടൻസ് ദാറ്റ് എൻഫോൾഡ് ദ വെയിൽ വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ്, സ്റ്റീപ്പ് ആൻഡ് ഹൈ. വളരെ കുത്തനെ ഉയരത്തിലുള്ള ഗ്രാനൈറ്റിന്റെ മതിലുകൾ പോലെയുള്ള മലകൾ താഴ്വാരത്തെ കവർ ചെയ്തിരിക്കുകയാണ്, പൊതിഞ്ഞിരിക്കുകയാണ്. അടുത്ത രണ്ട് വരിയിലെ വാക്കുകളെ പരിചയപ്പെടാം. ഫിയർലെസ് ഫുട്ട് എന്നിവിടെ പറയുന്നുണ്ട്. ഫിയർലെസ് എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത, ധൈര്യമുള്ള. ഫുട്ട് എന്ന് പറയുന്നത് ഇവിടെ കാലിനെയല്ല, വ്യക്തികളെയാണ് പറയുന്നത്. അപ്പം ധൈര്യമുള്ള വ്യക്തികൾ, അല്ലെ ഭയമില്ലാത്ത വ്യക്തികളെ. സ്കെയിൽ, ഒരു മൗണ്ടനിലേക്ക് അല്ലെങ്കിൽ ഒരു മലയിലേക്ക് നടന്ന് കയറുക, അതാണ് സ്കെയിൽ ചെയ്യുക. ദെയർ സ്റ്റെയർവേസ്, സ്റ്റെയർവേസ് പറഞ്ഞാൽ പടിക്കെട്ടുകൾ. ടുവേർഡ്സ് ദ സ്കൈ, ആകാശത്തിലേക്ക്. നെക്സ്റ്റ് ടു ലൈൻസ്, ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുട്ട് ടു സ്കെയിൽ ദെയർ സ്റ്റെയർവേസ് ടുവേർഡ്സ് ദ സ്കൈ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു വരി കാണാം, ടുവേർഡ്സ് ദ സ്കൈ. അപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? ആകാശത്തിലോട്ട്, അല്ലെ ആകാശത്തേക്ക് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ മല ധൈര്യമുള്ളവരെ അങ്ങോട്ട് ക്ഷണിക്കുക, ഈ മല കയറാനായി ക്ഷണിക്കുക. അപ്പോൾ വളരെ ഹൈറ്റുള്ള മലയാണ് എന്ന് പറയുന്നതിന് പകരമാണ് ടുവേർഡ്സ് ദ സ്കൈ എന്ന് പറയുന്നത്. അതായത് ഈ മല കയറി മേലോട്ട് പോകുമ്പോൾ നമ്മൾ ആകാശത്തിലേക്ക് കയറിപ്പോകുന്ന മാതിരി തോന്നും. അപ്പോൾ അത്രയും ധൈര്യമുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. സെക്കൻഡ് സ്റ്റാൻസ, ദ റെസ്റ്റ്ലെസ് ഡീപ് ഡിവൈഡിംഗ് സീ that flows and forms from shore to shore, calls to its sunburned shiverly, push out, set sail, explore. The restless deep dividing sea that flows and forms from shore to shore. കരയിൽ നിന്ന് കരയിലേക്ക് ശാന്തതയില്ലാത്ത ആഴമുള്ള വിഭജിക്കുന്ന കടല് അങ്ങനെ നൊരഞ്ഞിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Calls to its sunburned shiverly, push out, set sail, എക്സ്പ്ലോർ. ഈ രണ്ട് വരിയിൽ കടല് വിളിക്കുകയാണ്, കണ്ടോ? കോൾസ് ടു, ആരെ വിളിക്കുന്നത്? സൺബേൺഡ് ഷിവർലി. സൺബേൺ എന്ന് പറഞ്ഞാൽ വെയിലെല്ലാം കൊണ്ട് ശരീരമൊക്കെ ഇങ്ങനെ സ്കിന്നിന് മേലെയൊക്കെ സൺബേൺസ് വന്ന് സൂര്യാഘാതമേറ്റ ആൾക്കാർ, അതായത് ധൈര്യമുള്ള കടലിൽ പോയ ആൾക്കാർ, അതാണ് അങ്ങനെ പറയുന്നത്. സൺബേൺഡ് ഷിവർലി. ഷിവർലി എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള. അവരുടെ എന്താ പറയുന്നത്? പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. പുഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വഞ്ചി അല്ലെങ്കിൽ ബോട്ട് ഇറക്കുക, കടലിൽ ഇറക്കുക. സെറ്റ് സെയിൽ, അതായത് പായെല്ലാം വലിച്ചു കെട്ടുക. കാറ്റ് പിടിച്ചിട്ട്, ആ പായക്ക് കാറ്റ് പിടിച്ചിട്ടാണല്ലോ ബോട്ട് നീങ്ങുക അല്ലെങ്കിൽ ആ വഞ്ചി നീങ്ങുക. അപ്പം സെറ്റ് സെയിൽ, അതെല്ലാം വലിച്ചു കെട്ടുക. എന്നിട്ട് എക്സ്പ്ലോർ. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് യാത്ര തുടരുക. മൂന്നാമത്തെ സ്റ്റാൻസ, ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫർ ദാറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ ആർ ബട്ട് ദ ഡോർസ് ഓഫ് ഡെയറിംഗ് set ajar before the soul. മൂന്നാമത്തെ സ്റ്റാൻസയിൽ ആദ്യത്തെ രണ്ട് വരിയുടെ അർത്ഥം നമുക്ക് നോക്കാം. And all the bars at which we fur that seem to prison and control. ഇവിടെ ബാർസ് എന്നൊരു വാക്ക് കാണാം. ബാർസിന്റെ അർത്ഥം എന്താ? അഴികൾ, അഴി. ഓക്കെ, അപ്പം ഇവിടെ ആക്ച്വലി ബാർസ് എന്ന് പറഞ്ഞാൽ ജയിൽ, അതാണ് സൂചിപ്പിക്കുന്നത്. ജയിലിനെയാണ് നമ്മൾ സൂചിപ്പിക്കുക ബാർസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, he was behind the bars for 3 days. ഒരു വ്യക്തി 3 ദിവസത്തേക്ക് ജയിലിലായിരുന്നു, അതാണ് എൻ്റെ അർത്ഥം വരിക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത്
പ്രശ്നം, നമ്മുടെ പ്രശ്നങ്ങളെ. വിച്ച് വി ഫെർട്ട്, FERET എന്ന് പറയും. T സൈലന്റ് ആയിട്ട് ഫ എന്ന് പറയും. അതായത് പരാതി പറയുന്ന എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ലൈനിൽ എന്താ പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പരാതി പറയുന്നു. ഓക്കെ, ദാറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ. പ്രിസൺ എന്ന് പറഞ്ഞാലും ജയിലിനാണ് അർത്ഥം, പക്ഷെ ഇവിടെ അർത്ഥം നമ്മളെ കീഴ്പ്പെടുത്തുക. കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ, അതായത് നമ്മൾ പരാതി പറയുന്ന പ്രശ്നങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തി നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ 2 വരികളുടെ അർത്ഥമായിട്ട് വരുന്നത്. നെക്സ്റ്റ് 2 ലൈൻസ് എന്ന് നോക്കാം. ആർ ബട്ട് ദ ഡോർസ് ഓഫ് ഡെയറിംഗ് സെറ്റ് അജാർ ബിഫോർ ദ സോൾ. അജാർ എന്ന് പറഞ്ഞാൽ തുറന്നിട്ടിരിക്കുന്ന, സോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആത്മാവ് എന്നാണ് അർത്ഥം, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയാണ്. അപ്പം നമ്മളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ധൈര്യത്തിൻ്റെ വാതിലുകളാണ് എന്ത്, ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഓരോ വ്യക്തിയും നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഒരു പ്രശ്നമല്ല, ആക്ച്വലി അത് ധൈര്യത്തിൻ്റെ വാതിലുകളാണെന്നാണ് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഡോർസ് ഓഫ് ഡെയറിംഗ് എന്ന പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ, യുവർ ക്ലാസ് റൂം at 2310.